ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ് നിറങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ 2-3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞാൻ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ലഞ്ചും കാര്യങ്ങളൊക്കെയാണ് ഞാനിന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല വെയിലാണ്, പിന്നെ നല്ല കാറ്റും ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാറ്റിന് നല്ല സുഖമുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 2-3 ദിവസമായി ഒരു 28-29 ഡിഗ്രിയിലൊക്കെ നന്നായിട്ട് വെയിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നത് നമ്മുടെ സാധാരണ ചപ്പാത്തിയാണ്. ചപ്പാത്തി ഞാൻ നന്നായിട്ട് കുഴച്ചു. കൂടുതൽ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല, കാരണം എല്ലാവർക്കും ഇതൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ചപ്പാത്തി നന്നായിട്ട് കുഴച്ച് കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ പൊട്ടറ്റോ കറിയും പിന്നെ നമ്മുടെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഒലീവ്സ് നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഞങ്ങൾ വിചാരിച്ചു ആ കാണുന്ന മുഴുവൻ നേരെ ഒലീവ്സ് ആവുകയെന്ന്. പക്ഷെ അതല്ല, അതിൻ്റെ സൈഡിൽ കണ്ടില്ലേ, ഈയിടെയായിട്ട് ആ കുരുക്കളിൽ നിന്ന് പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ അത് 2-3 വകഭേദം വന്നതിന് ശേഷമാണ് ഫൈനൽ സ്റ്റേജ് ആണെന്ന് തോന്നുന്നു ഒലീവ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് പൂവൊക്കെ ഉണ്ടായതിന് ശേഷമാണ് ഒലീവ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് നന്നായിട്ട് പൂത്ത് നിൽപ്പുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ കറി ഇടയ്ക്കെന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ കറിയിലേക്ക് ഞാൻ കിടക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചിക്കൻ കറിക്ക് ഞാൻ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ തക്കാളി, സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കറിവേപ്പില, ഇതൊക്കെ തന്നെയാണ്. പിന്നെ കൂടുതൽ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല, എല്ലാവരും നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഇന്നിപ്പം വീട്ടിലുണ്ടാക്കുന്നത് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിനിടയ്ക്ക് ഞാൻ ചെറിയ വീഡിയോ പിടിച്ചു. നമ്മുടെ ഇതുണ്ടോ, കുളം നന്നായിട്ട് വെയിൽ ഒക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് ക്ലിയർ ആയിട്ട് നമ്മുടെ കുളം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊരു കുളവും കുറച്ച് മീനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു മനസ്സിൽ സന്തോഷവും കുളിർമയും ഒരു സുഖവും കുറച്ച് നേരം അതൊക്കെ നോക്കിയിരിക്കുമ്പോൾ ഒരു രസമാണ് കേട്ടോ. പിന്നെ അപ്പോൾ നമുക്ക് ചിക്കൻ കറിയിലേക്ക് തന്നെ കിടക്കാം. അതൊക്കെ വറ്റി വന്നപ്പോഴത്തേക്കും ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ ചിക്കൻ മസാല ഇതെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെ അതിന് ശേഷം ഞാൻ നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്ന ചിക്കനകത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഒത്തിരി വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കനകത്തുള്ള ഓൾറെഡി വെള്ളം ഇതിനകത്തോട്ട് ഇറങ്ങുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തു. അങ്ങനെ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ചു. ഇതിനകത്ത് നിന്ന് തന്നെ ഓട്ടോമാറ്റിക്കലി വെള്ളം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് അടച്ചു വെച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഒന്ന് വെന്തു. അപ്പോഴത്തേക്കും ഞാനത് പുഴുങ്ങി വന്നിട്ടുണ്ട്, വെന്തല്ല. അപ്പോൾ ഞാനത് നന്നായിട്ട് കണ്ടിച്ച് വെച്ചു. പിന്നെ അതിന് വേണ്ടിയുള്ള കുറച്ച് മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാണ്. അതിനും സാധാരണ പോലെ കുറച്ച് നമ്മുടെ മസാലയും പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെ കുറച്ചെല്ലാം ഇട്ട് നന്നായിട്ട് ഒരു കൊഴുപ്പ് രൂപത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ചപ്പാത്തിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ചപ്പാത്തി നല്ലൊരു അടിപൊളി ചപ്പാത്തി കാണാൻ പറ്റും. കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ തണുക്കാൻ വെച്ചുകൊണ്ട് ചപ്പാത്തി നന്നായിട്ട് ഇതായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് കേട്ടോ. വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും, പിള്ളേരുള്ള വീടുകളിലൊക്കെ. അപ്പോൾ എപ്പോഴും ചോറുണ്ടെന്നും അതും ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ എല്ലാവർക്കും പല അഭിപ്രായമായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചയൂണ് ഇതൊക്കെ തന്നെയാണ്. ഉച്ചയ്ക്കും രാത്രിക്കത്തേക്കൊക്കെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇത്രയൊക്കെയുള്ള വിശേഷം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.